ഗൈസ്, കരിമ്പന്തോട്ടത്തിൽ ആന കയറിയാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ അതുപോലെ രണ്ടുപേര് എന്താ പറിച്ചിനെ നിങ്ങൾ കണ്ട? നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്താ പറിച്ചിനെന്ന്. ദുഗുനെ കാണാൻ നല്ലതാണ്. ദുഗുനെ കാണാൻ റൂം ഒന്ന് കണ്ടാൽ നമുക്ക് എന്തായാലും അല്ലേ? അപ്പൊ ആദ്യം ഇവരുടെ റൂം തന്നെ കാണാം. ഗൈസ്, യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ എവിടത്തേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ നടി കിട്ടുന്ന എനിക്ക് ഉറപ്പായി. കൂടുതൽ എന്താ പറയാനുള്ളേ? നമ്മൾ നിർത്തി അവിടുന്ന് തുടങ്ങിയാണ്. നമ്മൾ ഇന്നലെ നിർത്തിയത് യാത്ര പോയാണെന്ന് തൊട്ടാണ് നിർത്തിയതാ. ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോ നിർത്തിയ വ്ളോഗാണല്ലേ. അമ്മയുടെ ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിച്ച് ഞങ്ങള് അവിടെ നിന്ന് വിട്ടു. നേരെ ഡ്രസ്സ് മാറ്റി വിട്ടു. അപ്പൊ ഇന്ന് നിങ്ങൾ കാണുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നലെ പോന്നു അല്ലേ? അപ്പോ അതെ, വണ്ടിയിൽ അളിയന്താ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. ബാക്കില് സനിത, നിക്കി, ഇന്ദ്രൂട്ടൻ ഉറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് വ്ളോഗ് എടുത്തത്. ബാക്കിൽ രണ്ടുപേരും അവരും ഉണ്ട്. അതെ, അപ്പൊ ബാക്കി അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. ഇത് ഞങ്ങളൊരു യാത്ര പോകുന്നതെന്ന് പറഞ്ഞല്ല. നമ്മളെപ്പോഴും കൂടുതൽ പോകുന്നത് എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങോട്ടൊക്കെയാണ്. ഈ തവണ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വ്ളോഗ് കാണാത്തവർക്കായിട്ട് വീണ്ടും പറയാം, നമ്മൾ കേരളത്തിന് പുറത്തോട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കേരളത്തിന് പുറത്തെത്തിയിട്ടില്ല. നമ്മുടെ കൊയിലാണ്ടി ഭാഗത്തെ കൂടി വടകര ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാ യാത്ര അങ്ങോട്ടാണ് അല്ലേ? അപ്പൊ എന്താ പറയാനുള്ള സനിത? ഇതുവരെ പോവാത്ത സ്ഥലത്തേക്കാണ്. പിന്നെ ഇതുവരെ പോവാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് കേട്ടന്ന് അങ്ങ് ഇറങ്ങി. അല്ല, അതെന്തായാലും വേറെ കാര്യമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളല്ലേ. നമ്മള് കാണാത്ത സ്ഥലം എത്തുമ്പോ നമുക്ക് കണ്ണു തുറന്നിരിക്കണമെങ്കിൽ ഉറങ്ങണം. ഇപ്പൊ ഉറങ്ങിയാൽ അവിടെ എത്തുമ്പോ ഞങ്ങളെ ഭാഗത്ത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ ഒരു ഉറക്കം കഴിഞ്ഞ എനിക്ക് തീരെ വയ്യ, തൊണ്ട വേദന. ഇവരോട് ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് വണ്ടി വിട്ടപ്പോ തൊട്ട് പറയുന്നത് ഒരു ഉപ്പ് സോഡ വാങ്ങിത്താ, ഒരു ഉപ്പ് സോഡ വാങ്ങിത്താ. തൊണ്ടവേനായിട്ട് ഉപ്പ് സോഡ അല്ലേ? ഒരു ഉപ്പ് സോഡ, ഉപ്പിട്ട തൊണ്ടവേദനക്ക് ഒരു ആശ്വാസം. ശരിക്കും പറഞ്ഞ വണ്ടി കയറി കഴിഞ്ഞാ ഞങ്ങളെയും കൂട്ടി പോകുന്നതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചപ്പോ അങ്ങനെ പറയാം. ചേട്ടനെല്ലാം കൂട്ടിട്ട് പോണതാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചേട്ടനെ നീ അങ്ങനെ കുറ്റം പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരെയൊക്കെ ഉദ്ദേശിച്ചെന്നല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ അധികം വലിച്ചു കിട്ടുന്നില്ല. നമുക്ക് ഇനി ആ റൂട്ടിലേക്ക് അങ്ങോട്ട് ഇപ്പൊ നമ്മൾ എത്തും. ഇതൊക്കെയായിട്ട് ഇപ്പൊ നമ്മൾ ട്രാഫിക്കിലാണ് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോ നമ്മുടെ സത്യം പറഞ്ഞ ഈ ഒരു ഭാഗം ഒട്ടും പുരോഗമനം നടക്കാത്തൊരു ഏരിയയാണ്. റോഡിനെ കുറ്റം പറഞ്ഞതല്ല, ഹൈവേ പണിയില് ഒട്ടും ഇതുവരെ ഒരു മാറ്റവും ഇല്ലാത്ത സ്ഥലമാണ് നമ്മുടെ വടകര, കൊയിലാണ്ടി, പയ്യോളി. പയ്യോളി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പയ്യോളിയിൽ നമ്മുടെ അമൃത ആൻഡ് ടീമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ കേറാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അമൃത നമുക്ക് പിന്നെ കേറാം. എന്താണ് നീ പറഞ്ഞത്? നമ്മുടെ ബാക്കിലത്തെ രണ്ട് ടീമിന് എന്താ പറയാനുള്ളത്? ഇന്ദ്രുവാന്റെ അല്ല, നന്ദു ആൻഡ് ദുർഗ എന്താ പറയാനുള്ളത്? പൊളിയാക്കാൻ പോകുന്നല്ലേ നമ്മള്? രണ്ട് ദിവസത്തെ സ്കൂളിൽ പോയിട്ടുണ്ട് ഗൈസ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് പിന്നെ ഇതൊക്കെയല്ലേ നമുക്ക് ഓർക്കാനുണ്ടാവും. അതുകൊണ്ട് നമ്മള് 2 ദിവസം സ്കൂൾ ക്യാൻസൽ ആക്കിയിട്ടാ പോകുന്നത്. പക്ഷെ നമ്മൾ പോകുന്നത് ശനിയാഴ്ചയാണ്. അപ്പൊ ശനിയും ഞായറും തിങ്കൾ ചൊവ്വ അങ്ങനെ 4 ദിവസത്തെ യാത്രയാണ് ശരിക്കും. അപ്പൊ യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് വഴി അങ്ങോട്ട് കണ്ടുകൊണ്ട് ഇപ്പൊ യാത്ര ചെയ്യാം. ഇതാണ് നമ്മളിപ്പോ എത്തിക്കഴിയുമ്പോ നമുക്ക് അവിടെ നിന്ന് കാണിക്കാം. ഞങ്ങളിവിടെ ചായ കുടിക്കാനുള്ള തിരക്കില്ല. ഇവിടെ ബഹള ചായക്ക് വേണ്ടിട്ട്. ഇത് സംഭവം കൊട്ടിയൂര് ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ ആയതുകൊണ്ടുള്ള ഫുൾ തിരക്കാട്ടാ. എന്താ അടി ഉണ്ടാക്കിയിട്ട് വാങ്ങിയ കടികൾ ഒരുപാടുണ്ട്. സംഭവം പക്ഷെ കിട്ടാനാ പണി അല്ലേ? നീ കിട്ടിയാ മോനെ വിലയുടെ കിട്ടിയല്ല? എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ ഒന്നും തിന്നാനും പറ്റില്ല, ഷുഗർ കട്ട.
ചായ ഞാൻ മക്രോണി നോക്കട്ടെ. ഫ്രൈഡ് റൈസ് പറഞ്ഞാ മക്രോണിക്ക് മക്രോണി പറഞ്ഞിട്ടുണ്ട് മക്രോണി കുറച്ച് തിരക്കാവുണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. നമ്മളെ കടയിൽ ഭയങ്കര തിരക്കാവുണ്ട്. അത് 30. അതൊക്കെ 30. പിന്നെ ഇത് കടയിൽ എല്ലാ കടികളുണ്ട് കേട്ടോ. ഇവരുടെ ഇവിടെ ടേസ്റ്റ് ഓഫ് ഫുഡാണ്. അതാണ് കട. നമ്മുടെ ഹൈവേ നേരെ കയറണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാ പുള്ളി. ദുഃഖമോൾ എന്താ പറഞ്ഞേ? ഗോപി മഞ്ചൂരിയുടെ ആളായത്. എന്നാ അതിന്റെ കടയുടെ പേരെന്നറിയോ? ബെയ്ച്ച തട്ടുകട. ബെയ്ച്ച തട്ടുകട എന്ന് പറയാം. നല്ല ആളാ. ബെയ്ച്ചോ? ബെയ്ച്ചോ തട്ടുകട. ഇവിടുത്തെ മെയിൻ വെറൈറ്റി ബെയ്ച്ചോ തട്ടുകട. അടിപൊളി. അപ്പൊ എന്തായാലും സംഭവം പൊളിക്കട്ടെ അങ്ങോട്ട്. ആളിലൊക്കെ അങ്ങോട്ട് വന്ന് കയറട്ടെ. ഇപ്പൊ തന്നെ നല്ല ആളുണ്ട്, കാണുന്നില്ല, നല്ല തിരക്കാ ഫുള്ള്. അപ്പൊ ഇനി ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടും വരട്ടെ. പൊറോട്ടയ്ക്ക് മക്രോണി ഇതെവിടെ തന്നെ ഞങ്ങളുടെ മക്രോണി എത്തി കേട്ടോ. അതാ നല്ല അടിപൊളി മക്രോണി, ചൂട് പറക്കുന്ന മക്രോണി. എന്തരപ്പാ കഴിച്ചോ? ഓർഡർ ചെയ്ത് ഇന്ദ്രനും എല്ലാവരും കഴിച്ചോ വേണമെങ്കിൽ. ഇതാ നല്ല മല്ലിച്ചപ്പൊക്കെ ഇട്ട് സെറ്റാണ് കേട്ടോ. ഗൈസ്, യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ എവിടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന എനിക്ക് ഉറപ്പായി. ഇതിപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് എവിടെ എത്തിയില്ല. ഫുൾ ട്രാഫിക്കും ബ്ലോക്കെല്ലായിട്ട് ഞങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാമോ? പാലക്കാട് എത്തി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതെന്ന് പറയാം. നമ്മൾ പോകുന്നത് ഇതുവരെ ഞങ്ങൾ പോകാത്തൊരു സ്ഥലമാണ് തൃച്ചി, അല്ലേ? തൃച്ചിക്കാണ് പോകുന്നത്. അതിന് തൃച്ചിനെ എനിക്കൊണ്ട് കുറേ പേരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. തിരുച്ചിന്നാ അങ്ങനെ കുറേ പേരുകളുണ്ട് തൃച്ചിക്ക്. ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ പേരാ കാണിക്കുന്നത്. തിരുച്ചിട്ടം, അങ്ങനെ തൃച്ചീന, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം നേരെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തൃച്ചി, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം ഞങ്ങളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുള്ളൂ. സമയം എത്രയായെന്നറിയാമോ? ഇപ്പം തന്നെ സമയം നോക്കിയാൽ 9:10 ഈ സമയമായിട്ടും പാലക്കാട് എത്തിയിട്ട് എത്ര. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാലക്കാട് റൂം എടുത്തിട്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് നമുക്ക് നാളെ കോയമ്പത്തൂർ പിടിക്കാം. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിട്ടുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇപ്പോൾ വരും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചപ്പോഴാണ് കാണിച്ചത്, അല്ലേ? ചായ കുടിച്ചപ്പോഴാണ് കാണിച്ചത്. ഇനി വീണ്ടും ഫുഡ് കഴിക്കാൻ പോകുന്നു. എന്നിട്ട് റൂമിലെത്തിയിട്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, ഫുഡ് കഴിക്കണമെന്ന് കാണാം, അല്ലേ? ഈ ടിഷ്യൂ അങ്ങോട്ട് വെച്ചേ. ഞാൻ പെട്ടെന്ന് ഈ ടിഷ്യൂ ആണെന്ന് ചോദിച്ചാൽ നൈസ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അന്തപ്പന എവിടെ പോയാലും ബിരിയാണിയെ വേണ്ടു. അത് ബിരിയാണി വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അളിയനത് മറ്റേ മുട്ട റോസ്റ്റ്. അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ കേട്ടോ. ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കുക, അല്ലേ? ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ എന്നാലേ. നമ്മൾ പാലക്കാട് എത്തി. അങ്ങനെ പാലക്കാടിൻ്റെ ഇവിടെ എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ട്രെയിൻ അവിടെ കണ്ടു, അല്ലേ? പാലക്കാട് ഇനി നമുക്ക് എവിടെയെങ്കിലും റൂം നോക്കണം. അതാണ് ഇപ്പം നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു 11 മണിയൊക്കെ നല്ല ക്ഷീണത്തിലാണ് ഡ്രൈവെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നത്. റൂമിൽ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഇതിപ്പോൾ രാവിലെ 7:10 റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മളെ സ്ഥലത്തേക്ക്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോയമ്പത്തൂർക്ക്. ഇത് പാലക്കാടാണ് ഈ റൂം കേട്ടോ. നല്ല ഇവരുടെയൊക്കെ ഡ്രസ്സൊക്കെ നോക്ക്. സന്തതേ ഫെയർ തന്നെ ഒരു പോളി ലുക്കിൽ. പിന്നെ എന്തൊരു നീ കണ്ടടി എന്താണ് ക്യൂട്ടസാ? ഇപ്പൊ ക്യൂട്ടസ് ഇടുന്ന അതാ ക്യൂട്ട് ഗേൾ. അതാ നമ്മുടെ ക്യൂട്ട് ഗേളെ കാണിച്ചു. ഒന്ന് കാണിക്കേ, നിക്കേ. ദുഗുനെ കാണാൻ നല്ലതാണ്. ഒന്ന് ഇതാ ഗൈസ്, ദുഗുനെ കാണാൻ മുടിയൊക്കെ അമ്മ കെട്ടിക്കൊടുത്ത് നല്ല അടിപൊളി സുന്ദരിയാക്കിയിരുന്നു. നല്ല ഡ്രസ് ഉണ്ട് കാണാനായിട്ട്. ഇപ്പൊ അതും കുറ്റായി. ആയിക്കോട്ടെ, പോട്ടെ, വാ. എന്തായാലും ഗൈസ് നമ്മൾ ഇറങ്ങിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടി എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, നോക്ക് ബാബാ. പാലക്കാടിലൂടെ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ കുരുടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമെത്തി നമ്മൾ. ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മലകളും മേഘങ്ങളും എല്ലാം ആയിട്ട്. അളിയാ ബ്രേക്ക് പിടിക്കളിയാ ചവിട്ടളിയാ. ഞാൻ ബ്യൂട്ടിനെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അളിയൻ ഇതാക്കണമല്ല. ഇതാ കുറുമ്പനായ കുറുമ്പൻ, നമ്മുടെ മണിച്ചേട്ടൻ്റെ ഫോട്ടോൻ്റെ ബാക്കിലുണ്ടല്ലോ ചാലക്കുടിക്കാരൻ. ഇങ്ങെത്തിയത് എന്താ പാലക്കാട്. നോക്കിയ സ്ഥലത്തിന്റെ ഒരു ഭംഗി. ഓ അടിപൊളിയല്ലേ? പച്ചപ്പും ഇടക്കിടക്കുള്ള പനയും ആ മലകളും.
വിഷ്വൽ ബ്യൂട്ടി, അടിപൊളി അടിപൊളി. ശരിക്കും ഇവിടെ ഒരു വീട് വെച്ചാണ് താമസിക്കണം ഇതവിടെ അല്ലേ? ആ പറമ്പില് എല്ലാ ദിവസവും വൈകുന്നേരം നോക്കുമ്പോ ബാക്കിൽ പല്ല് നാക്കാൻ നിൽക്കുമ്പോ മലകള്, ഇവിടെ ടൗണുമാണ്, റോഡുമാണ്, ഇതുമാണ്. ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായ? നമ്മുടെ സ്വന്തം വാളയാർ. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ കാരണം നമുക്ക് നമ്മുടെ വാളയാർ പരമശിവ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ വാളയാർ പരമശിവ ഉള്ളതുകൊണ്ട് അതെ. അപ്പൊ ഫുള്ള് ചെക്ക് പോസ്റ്റ് ആണ്. അടിസക്കെ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. റൺവേ അല്ലേ? റൺവേ ആണ്, റൺവേ. ആ വീടുകളുടെ ഒക്കെ ഭാഗ്യം നോക്കിയല്ലേ, എപ്പോഴും നല്ല വ്യൂ ആയിരിക്കും അവർക്ക്. എന്റെ മോനെ, എന്താ സംഭവം? അവിടെ ഒരു വീടോ അമ്പലോ എന്തോ ആണ്ട്ടാ അത്. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ പടിയുണ്ട്, സ്റ്റെപ്പ് കണ്ട, കണ്ട സ്റ്റെപ്പ് വഴി ഇങ്ങനെ കേറി പഴനി പോലത്തെ എന്തോ സംഭവം ഉണ്ട്. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് ഇങ്ങനെ. ചിലപ്പോ വണ്ടിയും കയറുമായിരിക്കും, വാഹനവും കയറുമായിരിക്കും. ഞങ്ങള് എല്ലാവരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു അല്ലേ? അപ്പൊ ഇന്നിപ്പം നമ്മളോടൊപ്പം നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം ഇതാ കുറച്ച് പേരുണ്ട്. ആദ്യം തന്നെ സദർ സാറിനെ പരിചയപ്പെടുത്താം. നമ്മൾ ഇടുക്കിയിലെ വീഡിയോയില് കാണിച്ചിരുന്നു എന്ന് തോന്നുന്നു. അതെ, നമ്മുടെ SPCന്റെ എന്താ പറയാ, വലങ്കൈ എന്ന് പറയാം. അപ്പോൾ ഇത് മോനൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് സാറിനെ പരിചയപ്പെടുത്താം. ജയ്മോഹൻ സാറ്. സാർ നമസ്കാരം. ഞങ്ങള് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, പക്ഷെ ഫോണിൽ കൂടി നല്ല ബന്ധമാണ്. സാറാണ് SPCന്റെ ചെയർമാൻ. അപ്പം സാറിന്റെ മകനാണിത്. അവൻ്റെ പേരെന്താ പറഞ്ഞ? നിരഞ്ജൻ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഒരു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തമിഴ്നാട് സ്പെഷ്യൽ മസാല ദോശ വടയൊക്കെയാണ്. വടക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, എണ്ണം വെച്ചിട്ടാണ് വടയെല്ലാം കിട്ടിയത്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ഇത് വഴിയെ ഇവരും ഉണ്ടാവും നമ്മുടെ യാത്രയിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വ്ളോഗിൽ പറയാം. ഗൈസ്, നമ്മളങ്ങനെ ഇതാണ് സാറിൻ്റെയൊക്കെ വണ്ടി. അപ്പം അതിൻ്റെ പുറകെ ഞങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടത്തേക്കാ? തൃച്ചി. അതെ, തൃച്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വിജയണ്ണൻ്റെ നാട്ടിലൂടെയാണ് പോകുന്നത്. വിജയണ്ണൻ നമ്മളെല്ലായിടത്തും വിജയണ്ണനെ കാണുന്നുണ്ട്. ഏത് ഭാഗം നോക്കിയാലും വിജയണ്ണനാണ് അല്ലേ? അതെ, ഫുൾ വിജയണ്ണൻ, വേറെ ഒന്നുമില്ല. എല്ലായിടത്തും വിജയണ്ണൻ. എവിടെ നോക്കിയാലും വിജയണ്ണൻ തന്നെ. തമിഴ്നാടില് വെറുതെ അല്ല വിജയ് ജയിച്ചത്, എവിടെ ഒരു വിജയ് മാത്രം. കേരളത്തിൽ നോക്കിയാലും വിജയ് തന്നെ. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ അണ്ണന്റെ നാട്ടിലൂടെ നമ്മൾ ഉണ്ടെണ്ണ അല്ലേ? നമുക്ക് എന്താന്നറിയില്ല കേട്ടോ, എന്താന്നറിയില്ല. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ചങ്ങായിനെ. പണ്ട് തമിഴ്നാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്നു പറഞ്ഞ വിജയൻ. ഇവള് ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ പണ്ട് വിജയന്റെ ഒരു ഫോട്ടോയില് വിപിനേച്ചിന്റെ കല്യാണത്തിന് 2 ദിവസം മുന്നേ വിജയന്റെ പാട്ട് ഫോട്ടോയില് TV-യിൽ വന്നപ്പോ ഇല്ലേ, ഇങ്ങനെയൊക്കെ ഉമ്മ വെച്ചതാണ് അജിഷി ഞാനും കൂടി. അപ്പൊ ഞാനിങ്ങനെ ഉമ്മ വെക്കാൻ പോകുമ്പോ അജിഷ വേഗം ഇന്നാ നിനക്കൊന്നും പറഞ്ഞ് ഉമ്മ ഇങ്ങനെ തന്നതാണ് എന്റെ കണ്ണിലേക്ക്. കണ്ണങ്ങ് വന്ന് കണ്ണ് വരെ വിജയണ്ണ കൊണ്ട് കൊടുത്തതാ. ഇപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണ മംഗൾഡാം വിജയണ്ണ ഫാൻസ് ആണെങ്കിലും നമ്മളും വിജയ് ഫാൻസാ അല്ലേ? കണ്ടാളിയാ ഇവരൊക്കെ പണ്ടേ പോക്ക. എല്ലാരും വിജയണ്ണ കൊടുത്തു. ഞാൻ വിചാരിച്ചിരുന്നു വിജയന് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുന്നത്, എനിക്ക് അങ്ങനെയുള്ള ഒരു ക്രഷ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തായെന്നറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടറിയാം. എനിക്ക് ഞാൻ കുറെ പേരെ പറയട്ടെ, മീനിനെ കല്യാണം കഴിക്കണം. പിന്നെ ആരെയൊക്കെ എളിയാ പറയലേ, അഞ്ചാറ് ഓർമ്മ കിട്ടുന്നില്ല. വയസ്സായല്ല, മഞ്ചാരം വേണ്ട. നമുക്ക് ആ സമയത്ത് നയൻതാര, തൃശ്ശേരി മേഡം, തൃശ്ശേരി എന്തായാലും നമ്മളെങ്ങനെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ തമിഴ് മണ്ണിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എത്രയാ തെങ്ങ് കൃഷി നോക്കിയാൽ. ശരിക്കും പറയുന്നത് നമ്മുടെ കേരളം കേരം തിങ്ങിയ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ മാറി ഗൈസ്. തമിഴ്നാടാണ് ഇപ്പൊ കേരം തിങ്ങിയത്. കംപ്ലീറ്റ് കരിക്കും സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഫുൾ തെങ്ങാണ്, കണ്ടില്ലേ എന്തോരം തെങ്ങ കണ്ടോ? തെങ്ങിന്റെ ഒരു
കൂട്ടമാണ്, എല്ലായിടത്തും നോക്കിയാലും തെങ്ങാണ്. അടിയിലോ കുറേ തേങ്ങയും. ആണ് വിൻഡ് മില്ല് കണ്ടോ, വിൻഡ് മില്ല് കാറ്റാടി കാണുമ്പോ എന്റെ മോനെ വിളിക്കാൻ പറഞ്ഞു, ഇന്ദ്രു കാറ്റാടി. നല്ല അടിപൊളി വിൻഡ് മില്ല് കണ്ടോ. ഓഹോ, കാറ്റാടിത്തണലും തണലത്തറ മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയത്തൊടിയും പെണ്ണും. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അമ്മ മേഘങ്ങളൊക്കെ നോക്കിയട്ടെ, അവിടെ ഇവിടെ ഇവിടെ ആയിട്ട് മേഘങ്ങളുണ്ടോ സെന്റെ ക്യാമറക്കകത്ത് നമുക്ക് കണ്ട. ആ ഒരേ നമ്മളിങ്ങനെ മറ്റേ ഉണ്ടാക്കി വെക്കുന്ന വരച്ചു വെക്കുന്ന പരിപാടിക്കെല്ലാം ഉണ്ടാക്കി വെക്കൂലേ മറ്റേ. ആ നമ്മുടെ ഈ മഴയിൽ മനോരമയിൽ ഞങ്ങൾ ഷോയിലുണ്ടായ സമയത്ത് ഇങ്ങനെ ആകാശം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കും പഞ്ഞി കൊണ്ട്, അതുപോലെ ഉണ്ടാക്കി വെച്ചത് കണ്ട. നല്ല രസമുണ്ട്. കൂടെ ആ വിൻമില്ലും എന്താ ഭംഗി കാണാനല്ലേ. ഈ റോഡ് സൈഡിൽ കാണുന്ന ഭൂരിഭാഗം എന്താണെന്ന് അറിയാമോ? ആര്യവേപ്പാണ്. ഇതുണ്ട്, ഇതൊക്കെ ആര്യവേപ്പ. എത്ര ആര്യവേപ്പ്! അത് വലിയ മരങ്ങൾ. ഇതുണ്ട്, ഇതൊക്കെ ആര്യവേപ്പാണ്. ആ ഞങ്ങള് സംശയമുണ്ടോ, ഫുൾ ആര്യവേപ്പ്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ തൃച്ചി റൂട്ട് കയറിയപ്പോ തൊട്ട് കാണുന്ന ആര്യവേപ്പാണ്. എല്ലാം നിറച്ചിങ്ങനെ റോഡ് സൈഡിൽ വലിയ വൻ മരങ്ങളായിട്ടാണ് നിക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിലിപ്പോ ഇത് കാണുന്നില്ല. ഇതുണ്ടോ എന്ത് കാട് പോലെ ആര്യവേപ്പ്. ശരിക്ക് പണ്ട് മറ്റേ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ദേഹത്ത് വല്ല ചൊറിച്ചില് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുളിപ്പിക്കും. ആ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവർക്കും. അവിടെ നിന്നിട്ട് എവിടെയൊക്കെ അന്വേഷിച്ചു പോക്കാം. ഇതുണ്ടല്ലേ എന്ത് വൻമരങ്ങള്. കാലാകാലം കേരളത്തിലെ ആൾക്കാർ തമിഴ്നാട്ടിലെ ആൾക്കാർ മൊത്തം കുളിച്ചാലും തീരാത്തത്രയും മരങ്ങളുണ്ട് ആര്യവേപ്പ്. എന്റെ മോനെ നമ്മുടെ വിജയണ്ണനെ എന്ത് പുഞ്ചിരിക്കുന്ന മുഖം വരച്ച് വെച്ചിട്ട് നോക്കി എന്ത് ഭംഗി കാണാൻ. വേറൊരു കാര്യം വേറൊരു കാര്യം എന്താ പറഞ്ഞു, നമ്മളെ കേരളത്തിലല്ലേ ഫുട്ബോളിന്റെ ഇവിടെ ഫ്ലെക്സോടെ നമ്മുടെ കല്യാണിയാണ് അത്, പ്രിയദർശൻ കല്യാണി അല്ലേ. ആ കല്യാണി പ്രിയദർശൻ. ഫുട്ബോളിന്റെ ഒരു ഫ്ലെക്സ് ഇതുവരെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല കേട്ടോ. എനിക്കോട് നമ്മുടെ കേരളക്കാർക്കാണ് ആ പ്രാന്തെന്ന് തോന്നുന്നത്. ആ ഇവിടെ കേറിട്ട് ഫുട്ബോളിന്റെ ഒരു ഫ്ലെക്സേ കണ്ടിട്ടില്ല. ഞങ്ങളേ ഇവിടെ ഇറങ്ങി അവിടെ നിന്നതാ ഞാവൽപ്പഴം വാങ്ങി അല്ലേ. എനിക്ക് കഴുകി എടുത്തല്ലേ. ഇവിടുത്തെ പുളിമരങ്ങളൊക്കെ നോക്കി എന്ത് വലിയ പുളിമരം, ഇഷ്ടം പോലെ പുളിമരവും ആര്യവേപ്പും. ഇത് തന്നെയാണ് കൂടുതലായിട്ടല്ലേ. ബാബാ ബാ അറിയാ എങ്ങനെയുണ്ട്. ഇവിടെ എല്ലാം പുള്ളിക്കാരത്തി അരച്ചുണ്ടാക്കുന്നതാണ് കേട്ടാ. പുള്ളിക്കാരത്തി അരച്ചുണ്ടാക്കിയിട്ട് തരുന്നതാണ്. ഇതാണ് തലപ്പക്കാട്ട് എന്നാ പറഞ്ഞ തലപ്പക്കാട്ട്. എന്താ പറഞ്ഞത് തലപ്പക്കാട്ടല്ലേ. തലപ്പക്കാട്ടി. അതെ അതെ തലപ്പക്കാട്ടി ഇവിടെ ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. അതെ പക്ഷെ വലിയ ഹോട്ടലാണ് കേട്ടോ. ബിരിയാണി സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കനും എഗ്ഗും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് നൂഡിൽസ് കഴിച്ചു അല്ലേ മക്കളെ. നല്ലതാണ് നൂഡിൽസ്. നെഗി ഒന്നും ഓർഡർ ചെയ്തില്ല, എല്ലാത്തിന്നും ചില്ലടിക്കുന്നല്ലേ. കളി എങ്ങനെയുണ്ടല്ലേ ബിരിയാണി? കുഴപ്പമില്ല അല്ലേ. കളിന് എന്താ പേരെന്താ ബിരിയാണി പേരെന്താ? തലപ്പാട്ടല്ല, പേര് മാറിയപ്പോ തലപ്പാട്ട്. തലപ്പക്കാട്ടിൽ. അതെ തലപ്പക്കാട്ടിൽ ബിരിയാണി. ഞങ്ങളങ്ങനെ അവിടെ തൃച്ചി വഴി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൃച്ചി ഇവിടെ മെഡിക്കൽ കോളേജ് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നിട്ട് നമ്മളിനി ഗ്രാമങ്ങളിലേക്ക് ചെക്ക് ചെയ്തു അല്ലേ. ഇതാ തൃച്ചിയുടെ ഒരു ഭംഗി. നമ്മൾ പോകുന്നത് തന്നെ വേറൊരു ആവശ്യത്തിനാണ്, അതവിടെ ചെല്ലുമ്പോൾ കാണാം. അപ്പൊ ഇപ്പൊ നമ്മളിത് ഇതിനൊരു ഉൾ റോഡ് കയറി ഹൈവേന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി. ഇതുവഴി കുറച്ച് നമുക്ക് പോകാനുണ്ട്. അപ്പൊ ചിലപ്പോൾ ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അതൊരു ഭംഗിയല്ലേ ഇവിടത്തെ ഒരു ഇതും. ഇതിലേക്ക് പോകാനൊക്കെ ഒരു രസമുണ്ട്. നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു രസം. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ കൂടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങോട്ട് വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവട്ടെ അല്ലേ. ഇത് ഓരോ ചെറിയ ഗ്രാമങ്ങൾ അങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ആരാ ദേ കുറെ കാലം കൂടി നമ്മളെ കണ്ടല്ല. ഇവർ രണ്ടാളെ കരുണാനിധിനെ ഇവിടെ ഉണ്ട് കേട്ടോ ആൾക്കാർ. എന്താ കരുണാനിധിയും മറ്റേ ഇവരല്ലേ, ഇവരെ ഇപ്പൊ പുറത്താക്കിയില്ലേ. ഇനിയിപ്പോ ഇവർക്ക് ഇനി ഭരണം കിട്ടുമെന്നൊക്കെ ഉള്ള സംശയം. ഒക്കെ വിജയ് തൂക്കി മക്കളെ, വിജയ് തൂക്കി. നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം. ഞങ്ങള് ചെറിയ ചെറിയ വീടുകളൊക്കെ നോക്കി. ഹൈറ്റ് ഇല്ല ഒന്ന്, വീടുകളൊക്കെ വളരെ പൊക്കം കുറവാ. എല്ലാം വളരെ പൊക്കം, ചെറിയ ചെറിയ വീടുകളൊക്കെ പൊക്കം കുറവാ.
ഐസെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്തോ ഉണ്ട് ഇവിടെ, കല്യാണം എന്തോ കഴിഞ്ഞതാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാരും ഐസലമായി തിന്നുന്നുണ്ട്. ഐസ് നോക്കിന്നാ സാറിന്റെ പുറകെ പോയില്ലെങ്കിൽ പോവാൻ കഴിയില്ല. അങ്ങോട്ട് ഏതെല്ലാം വണ്ടിയെല്ലാം വരുന്നുണ്ട്. വേറെ തന്നെ ഒരു ഇതല്ലേ ഗൈസ്. കരിമ്പൻ തോട്ടത്തിൽ ആന കയറിയാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ഇവിടെ അതുപോലെ രണ്ടുപേര് എന്താ പറിച്ചിനെ നിങ്ങൾ കണ്ട? നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്താ പറിച്ചിനെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇതാ പറിച്ച് തിന്നോണ്ടിരിക്കുന്ന പോക്കറ്റിലിടുന്ന എന്താടി ഇത്? ഗൈസ് നിങ്ങളിത് കണ്ട? ഇതെന്താ സംഭവം? നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഇതാണ് നമ്മുടെ ഈന്തപ്പഴം. കണ്ട നിറഞ്ഞങ്ങടെ നിൽക്കുകയാണ്. നല്ല പനങ്കുല പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന പഴുത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഈന്തപ്പഴം. ഇത് കണ്ടതേ, ഇതിങ്ങനെ പറിക്കുക, തിന്നുക. പിന്നെ തിന്നുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. കാരണം ഇതിൽ കെമിക്കലോ കാര്യങ്ങളൊന്നുമില്ല. 100% ഓർഗാനിക് ആയിട്ടുള്ള ഉപയോഗിച്ചേക്കുന്നത്. ഇത് കണ്ടാ നിങ്ങൾ? നല്ല മധുര. ഞാൻ സൗദി അറേബ്യയിൽ പണ്ടുണ്ടായിരുന്നപ്പോഴാണ് ഇതുപോലെ ഈന്തപ്പഴം കാണല്. ഞങ്ങൾ അവിടെ നിന്ന് പറിച്ചു തിന്നുണ്ട്. പക്ഷേ അതിനൊരു ചവർപ്പുണ്ടാവും. ഒരു ചവർപ്പില്ല, നല്ല ഒന്നും കാറ്റി ടേസ്റ്റ്. ഒരാളിവിടെ പറിച്ച് ഇതുണ്ടോ ഈത്തപ്പഴത്തിന്റെ ആളെ വിളി കമ്പനി കണ്ടാ പ്രശ്നമാവും. ഇത് കണ്ട നിങ്ങൾ? ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം നിങ്ങൾ നോക്ക്. ഈന്തപ്പനത്തോട്ടമാണ്. ശരിക്കും നമുക്ക് ഗൾഫിൽ പോയാലേ ഇതുപോലെ കാണാൻ പറ്റും. കണ്ട പച്ച പഴുത്തത്. ഇതൊന്നും അല്ല, ഞാൻ കാണിച്ചു തരാം. ബാ, ഇവിടെയൊക്കെ ഫുള്ളാണ് കേട്ടോ. അപ്പം അവിടെ ഫുള്ളാണെന്നല്ല പറഞ്ഞത്, ഇതൊക്കെ ഈന്തപ്പനത്തോട്ടമാണ്. കണ്ട എന്തായാലും ഇതുപോലെ ആദ്യമായിട്ടല്ലേ നിങ്ങളൊരു ഈന്തപ്പന തോട്ടത്തിൽ കയറുന്നത്? തോട്ടത്തിൽ കയറുന്നതും ആദ്യമായിട്ടാണ്. ഈന്തപ്പഴം ഇങ്ങനെ കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. ഇങ്ങനെ കാണുന്നതേ ആദ്യമായിട്ടാണ്. ഇത് കണ്ട? ഇതാ അവിടെയൊക്കെ കണ്ട നമ്മള്. ഇത് 20 ഏക്കറാണ്. 20 ഏക്കർ ഇതണ്ട ഇങ്ങനെ കിടക്കണം. ഇത് ഏത് വഴിക്ക് ഇപ്പൊ നമ്മ പോകേണ്ടത്? എടി നമ്മ വന്ന സ്ഥലോ ഇത് 20 ഏക്കർ ഈന്തപ്പനത്തോട്ടം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ക്യാമറ ഓഫാക്കാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. കണ്ട ഇത് കുറച്ച് പഴുത്തത് എല്ലാം പല ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ. അത് ഉണക്കണം. ഉണങ്ങി കഴിയുമ്പോൾ പല ടൈപ്പ് ഇതുണ്ടാ, ഓരോരോരോരോ ടൈപ്പുകൾ. അതുണ്ട ഇതിലൊക്കെ ഈന്തപ്പഴത്തിലാണ്. ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട്. 20 ഏക്കർ നമുക്ക് നടന്നൊന്നും എത്താൻ പറ്റില്ല. പക്ഷെ 20 ഏക്കർ സംഭവം ഇവിടെ പറിക്കുന്ന നോക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടെ പറിക്കുന്നുണ്ട്. ഇത് പാകായ അമ്പ. ഇത് നോക്ക്, എനിക്ക് നോക്ക് ഫുള്ള്. എൻ്റെ മോനെ ഇതിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. ഇത് കണ്ട ചെടി ചെറിയ ചെടിയാ. 2.5 വർഷം പഴക്കമുള്ളൂ പോലും. ഇതിങ്ങനെ ആവുന്നതുണ്ടല്ലോ, ഒരു ബി ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ 100% ഓർഗാനിക് ആയിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ലാത്ത ഒരു ജൈവവളം യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആവണത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഈന്തപ്പഴത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേണ്ട അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ. അയ്യോ, ഈ ഒരു ഈന്തപ്പനത്തോട്ടം കാണാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാടിലേക്ക് ഈ ഒരു ഈന്തപ്പനത്തോട്ടം കാണാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന് കുടിക്കോ കണ്ണൂരിൽ നിന്ന് നമ്മൾ തൃച്ചി, നമ്മുടെ തമിഴ്നാട് തൃച്ചി വരെ വന്നത് ഈ ഒരു ഈന്തപ്പനത്തോട്ടം കാണാനാ. എല്ലോപ്പേ നമ്മള് വിജയാനന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവാ. അല്ലാതെ നീ എന്താ കരുതിയത്? പിന്നെ നമ്മുടെ സൗദി അറേബ്യ ദുബായ് ആയിട്ടാണെന്നാ? ഇത് നമ്മുടെ തമിഴ്നാടാണ്, തമിഴ്നാട്. ഇങ്ങ് വാ. അവിടെ മാത്രല്ല, ഇതാ ഇവിടെ എല്ലാം ഉണ്ട്. 20 ഏക്കറിൽ നിറച്ച് ഈന്തപ്പഴാണ്. ഇത് നോക്കിയേ, എന്തായി കാണുന്നത് നിങ്ങള്? ഇഷ്ടം പോലെ ഈന്തപ്പഴം ഇങ്ങനെ നിറഞ്ഞ് കിടക്കേണ്ട, അതും പഴുത്തിട്ട് കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ? എന്തോ ഒരു മധുരച്ച്. நல்ல மதுரைட்டா. என்னோட 25 வருஷ எக்ஸ்பீரியன்ஸில் இதை கண்டுபிடிச்சி முழுசாக காய்கறிகளுக்கு இதை நம்ம ட்ரை பண்ணி காய்கறி நல்ல ரிசல்ட் வந்த பிறகு நம்ம இங்கே யூஸ் பண்ணோம். ஓ, இது டேட்ஸ்க்கு மட்டும் இல்லை, எல்லா கிராப்புக்கும், எல்லா வெஜிடபிள்ஸு, பாக்கு, கரும்பு, வாழை எல்லாத்துக்குமே இது நல்ல ரிசல்ட் இருக்குது. ஸோ அதுக்கப்புறம் தான் நம்ம இதுக்கு எக்ஸ்பெரிமெண்ட் பண்ணி இதுலேயும் நல்ல ரிசல்ட் இருக்குது. இது இப்படியே பறித்து சாப்பிடலாம். 100% இப்படியே சாப்பிட்லாம். ஏன்னா இதில் எந்த கெமிக்கலும் இல்லை. 100% ஆர்கானிக்கு. இது வந்து எல்லா பச்சைக்கறி, காய்கறி, வெஜிடபிள்ஸு, பாக்கு, வாழை எல்லாத்துக்கும் யூஸ் பண்ணலாம். இது வந்து மெஜ்தூல்னு ஒரு வெரைட்டி. ஸோ இது வந்து பொதுவாக வந்து மிடில் ஈஸ்டில் மட்டும்தான் நிறையா இருக்குதுன்னு சொல்லுவாங்க. இப்போ இங்கேயுமே நமக்கு வந்து காய் வந்திருக்கு.
ഈ 3 പ്രൊഡക്റ്റാണ് ഇതിലെ താരം. ബയോഗാർഡ്, ബയോസ്ട്രൈക്ക്, ബയോഗ്രോത്ത്. ഈ 3 പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലൊരു ഈന്തപ്പഴങ്ങൾക്ക് ഇത്ര ഒരു വളർച്ച ഇവിടെ ഉണ്ടായത്. ഇത് ഈന്തപ്പഴത്തിന് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, കവുങ്ങ്, എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് പേര് ചോദിച്ചത് എവിടെ എങ്ങനെയാണ് വാങ്ങാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ബി ക്യൂബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ, ഞാനിവിടെ കൊടുക്കാതെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. അത് കൂടാതെ തന്നെ ഇനി നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായാലും അവിടത്തേക്ക് ഈ സംഭവം അയച്ചു തരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. നിങ്ങളുടെ ലാംഗ്വേജ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇത്രയും ഉപകാരപ്പെടുന്ന ഈ 3 പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൃഷിയുടെ കാര്യം നോക്കേ വേണ്ട. ഏത് കൃഷി ആയിക്കോട്ടെ, ബി ക്യൂബ് മാത്രം മതി. ഇപ്പം നിങ്ങൾ കണ്ട ഈ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തമിഴ്നാട് തൃശ്ശൂർ വരെ വന്നത് കേട്ടോ. ഇത് ഒരുപാട് കർഷകർക്ക് ഗുണം ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. നമുക്കും നമ്മുടെ വീട്ടിലേക്കും ഗുണം ചെയ്യും. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങി വെക്കാം കേട്ടോ. പക്ഷെ വന്നത് വെറുതെ ആയില്ല. അടിപൊളി, കണ്ട് തിന്ന് വയറങ്ങ് നിറഞ്ഞു. മനസ്സും നിറഞ്ഞു. അമ്പോ എന്താലേ കണ്ട കിടക്ക നോക്കിയാ നിങ്ങള്. വിൻഡ് ഫാൻ കണ്ട അവിടെ നേരത്തെ കണ്ട എല്ലായിടത്തും ഉണ്ട് വിൻഡ് ഫാൻ. ഇത്രയും ഈന്തപ്പഴവും ഈന്തപ്പനത്തോട്ടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഒരു ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നല്ലൊരു ഷോർട്സ് എല്ലാം എടുത്തിട്ടുണ്ട്, ഒരു കോമഡി ഷോർട്സ്. അതെന്തായാലും നമ്മുടെ ചാനലിൽ വരും കേട്ടോ. മിക്കവാറും ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കണ്ട. നമ്മള് അങ്ങനെ ഇതാ ഇവിടെ നിന്ന് ഈന്തപ്പനത്തോട്ടം എല്ലാം കണ്ടു. ദാ കാണുന്ന ഫുള്ള് ഈന്തപ്പനത്തോട്ടമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് കോയമ്പത്തൂർക്ക് പോയാണ്. അപ്പോൾ കുറേ നമ്മളെ അണ്ണന്മാരെല്ലാം കണ്ടു അല്ലേ. അവരെല്ലാം നല്ല സ്നേഹമുള്ള അണ്ണന്മാരായിരുന്നു. കരിക്കോളം കാര്യങ്ങളൊക്കെ തന്നു കുടിച്ചു. ഇനിയിപ്പോൾ വീണ്ടും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മറ്റേ കാറ്റാടി യന്ത്രം തന്നെയാണ് ആ കാണുന്നത് കേട്ടോ മുന്നിൽ. അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നികി, നമ്മളെവിടെ ഉള്ളത്? കോയമ്പത്തൂര് ഹോട്ടൽ മാരിയറ്റിലുള്ളത്. നമ്മുടെ ഒരു നമ്പർ 222 ആണ് കേട്ടോ. ഇത് ഈ കാർഡ് ഇതാ. പിന്നെ ഒരു നമ്പർ 214 ആണ്. 214. ഇപ്പൊ റൂം ഒന്ന് കണ്ടാലും നമുക്ക് എന്തായാലും അല്ലേ. അപ്പൊ ആദ്യം ഇവരുടെ റൂം തന്നെ കാണാം. പേരുണ്ട്. ഏതാ ഓരോരുത്തർക്ക് ഒരു പേരുണ്ടാവട്ടെ, അതായിരിക്കും പാസ്വേഡ്. ലൈറ്റ് എടുത്തേ. അപ്പൊ ഇതാ റൂം എന്തായാലും നമ്മൾ കയറി. ഇതാണ് ഇവരുടെ റൂം അല്ലേ. ഇത് ഇവരുടെ റൂമല്ലേ. അപ്പോൾ കാർഡും കൊണ്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ റൂമൊന്ന് കാണാം. മക്കളെ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. നല്ല അടിപൊളി റൂം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ടോയ്ലറ്റ്. ഓക്കെ ഗൈസ്. അപ്പം നമ്മളെന്നാൽ പിന്നെ നമ്മുടെ റൂമിലേക്കോട്ടെ. നിങ്ങളുടെ ലഗേജൊക്കെ എത്തി ഇങ്ങോട്ട്. രാവിലെ നമുക്കൊരു നോർമലി നിങ്ങൾ എണീക്കുന്ന 7 മണിക്കൊക്കെ എണീറ്റാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് താഴെ ഒരു 8 മണി നമുക്ക് ഇറങ്ങിയാൽ മതി. 7:30 നമുക്ക് ഇറങ്ങാം. ഓക്കെ അല്ലേ എന്തപ്പാ? ശരി. അപ്പം എന്തായാലും നമ്മുടെ റൂമിലും കൂടി അങ്ങനെ കയറിയിട്ടുണ്ട്. വ്യത്യാസമൊന്നുമില്ല. ഒരു അമ്മ പറ്റ ഇരട്ടകളെ പോലെ എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ റൂം അല്ലേ. അപ്പോൾ എന്താ പറയണ്ടേ, ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇന്ന് ഫുൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം സമയം 11:10 രാവിലെ വീണ്ടും നമുക്ക് ഷൂട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽക്ക് ഒരു പുതിയ വീഡിയോ. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്.